അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ഇലയിൽ മീൻ പൊള്ളിച്ചതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നിങ്ങൾ. ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാട്ടാ. സംഭവം അടിപൊളിയാണ്. കുറേ ആയി വിചാരിക്കൽ തുടങ്ങിയിട്ട് ഒരു ദിവസം ഉണ്ടാക്കി നോക്കണമെന്ന്. നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നുമ്പോൾ വേറെ രസമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്ന് നോക്കാം. മീൻ ഞാനിവിടെ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മസാലകളൊക്കെ തേച്ചിട്ട് ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കണം. മസാലകൾ എന്തൊക്കെയാണ് എടുത്തതെന്ന് നോക്കാം. 2 ടീസ്പൂണ് സാദാ മുളക് പൊടി, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാൻ തരി തരിയായി പൊടിച്ചതാട്ടോ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ലെമൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിനാഗിരി എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് അല്പം കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസ് പരുവാക്കി കുഴച്ചെടുക്കുക. ഇനി ഇത് ഓരോ മീനിലായിട്ട് നല്ലോണം തേച്ച് കൊടുക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാലകളൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നാലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ എല്ലാ മീനിലും മസാല നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റൊക്കെ കഴിഞ്ഞ് മീനിനെ ഇനിയൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുക. മീൻ പൊരിക്കുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് മീൻ പൊരിച്ചാൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ചെയ്യാത്തവർ ചെയ്ത് നോക്കി. അപ്പോൾ മീൻ പൊരിക്കാനായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഒരു മസാല ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 7 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് തന്നെ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഇത് അരക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യണത്. സാധാരണ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ഓരോ മസാല ചേർക്കണേക്കാളും എളുപ്പം ഇതിങ്ങനെ അരച്ചെടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് തന്നെ മീനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ മീൻ. ഒരു 1/4 ഭാഗമൊക്കെ ഫ്രൈ ചെയ്താൽ മതി. ബാക്കി നമ്മൾ കുറച്ച് സമയം വാഴൻ്റെ ഇലയിലൊക്കെ പൊള്ളിക്കാനായി വെക്കുന്നുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. വേറൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇവിടെ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളിയിൽ മാത്രം ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് എന്നാണ് നമ്മൾ ഒരു വീഡിയോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്, അതിൽ പറയുന്നത്. എന്തായാലും സവാള ചേർത്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ട്. ചെറിയ ഉള്ളി ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർക്കുമ്പോൾ ഒരു മധുരം വരും എന്നാണ് പറയുന്നത്. സവാളയും കൂടെ ഇട്ടിട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകണ്ട കേട്ടോ, കാരണം നമ്മൾ മീൻ പൊരിക്കണതിലൊക്കെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ ഒരു സവാളക്കും ഈ ഒരു മിക്സിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. സവാള കൂടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ്. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റിന് ശേഷം ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്കിനി 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളി പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം തക്കാളി
നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് പുളിയും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഒരു വാഴൻ്റെ ഇല നന്നായി വാട്ടി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കുറച്ചിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകൾക്ക് ഫ്രൈ ചെയ്തെടുത്ത മീനും വെച്ചെടുക്കുക. മുകൾക്ക് വീണ്ടും കുറച്ചുകൂടെ മസാല വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. കൂടുതൽ മസാല വെച്ച് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ചെറിയ സ്ലൈസാക്കിയ തക്കാളിയും കൂടെ മുകളിൽ വെച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് പുറത്ത് പോവാത്ത രീതിയിൽ നൂലോ വായനാരോ കൊണ്ട് കെട്ടിയിട്ടാണ് നമ്മളിത് പൊള്ളിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ദോശക്കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് 10 മിനിറ്റ്, പിന്നെ 10 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. വാഴൻ്റെ ഇലയിൽ ആ വാടിയതും ഈ മസാലേൻ്റെ ഒക്കെ കൂടെ ഒരു മണം തുറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കാണുമ്പോഴും നല്ലൊരു രസം. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നുമ്പോൾ അതിൻ്റെ വേറൊരു രസം. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടാ. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.